ടൈം ആൻഡ് വർക്ക്. ഇത് ഓൾറെഡി നമ്മൾ ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ബേസിക് ആയിട്ട് 3 ഫോർമുലാസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരാളുടെ 1 ഡേ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. 1 ഡേയ്സ് വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തോ 1 ഡിവൈഡ് ബൈ ആ ടോട്ടൽ ചെയ്യാനുള്ള ദിവസം ചെയ്താൽ പോരെ. ഈ 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. Number of days required to complete the work. ഇതാണ് ഫോർമുല. ഇത് അറിയാവുന്ന ഒരു ഫോർമുല. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു വർക്ക് തീർക്കാൻ 15 ദിവസം വേണ്ടി വന്നു. അപ്പൊ അയാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/15 ഓഫ് ദ ടോട്ടൽ വർക്ക് അല്ലേ വരുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരാൾക്ക് ഒരു വർക്ക് തീർക്കാൻ 15 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിന്റെ 1/15 തീരുള്ളൂ. കാരണം 15 ദിവസം കൊണ്ടാണ് അയാൾ വർക്ക് തീർത്തത്. അപ്പൊ അയാൾ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിന്റെ 1/15. 1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഇനി അടുത്ത ഫോർമുല നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ്. നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു ഡു എ certain work. 1 divided by 1 days work. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 1 ഡിവൈഡ് ബൈ അയാളുടെ 1 ഡേ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് കിട്ടും. മൂന്നാമത്തെ ഫോർമുല നമ്പർ ഓഫ് ഡേയ്സ് required to complete a certain work. ഒരു വർക്ക് തീർക്കാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കുന്നത് വർക്ക് ടു ബി കംപ്ലീറ്റഡ്. ഇനി എത്ര വർക്ക് ഉണ്ടെന്ന് നോക്കാം. ഫുൾ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് 1 എന്ന് തന്നെ ഇട്ടാൽ മതി. വർക്ക് ടു ബി കംപ്ലീറ്റഡ് divided by 1 day's work. ഫോർമുലാസ് ഒന്നും കൂടെ പറയാം. ഇവിടെ പറഞ്ഞേക്കുന്നത് ആദ്യം പറഞ്ഞ 1 ഡേ വർക്ക്, ഒരാളുടെ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾ ടോട്ടൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് നോക്കിയിട്ട് 1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ 1 ഡേ വർക്ക് കിട്ടും. ഇനി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം എന്നുള്ളത് 1 ഡിവൈഡ് ബൈ ടോട്ടൽ വർക്ക് ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ അയാളുടെ ഒരു ദിവസത്തെ വർക്ക് നോക്കുമ്പോൾ അയാൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ഇനി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്ക് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു മിച്ചമുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര വേണം എന്ന് അറിയാൻ വേണ്ടി വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഡിവൈഡഡ് ബൈ 1 ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിച്ചമുള്ള വർക്ക് തീർക്കാൻ വേണ്ടി എത്ര ദിവസം വേണം എന്നുള്ളത് കിട്ടും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. 11th question. A can do a piece of work in 80 days. ഇതിനകത്ത് essay questions ഒക്കെ വരുന്നതാണ് കേട്ടോ. In 80 days and B can be in 100 days. They work together for 20 days and then B goes away. A can do a piece of work in 80 days and B in 100 days. They work together for 20 days and then B goes away. In how many days will A finish the remaining work? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം.
എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 80 days. അപ്പൊ 80 days കൊണ്ട് എ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ വർക്ക് തീർക്കും. ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ 100 days. ദേ വർക്ക് ടുഗദർ ഫോർ 20 days ആൻഡ് ദെൻ ബി ഗോസ് അവേ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 20 ദിവസം വർക്ക് ചെയ്തു. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. അപ്പൊ റിമൈനിങ് വർക്ക് എ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ടൈപ്പ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യനുകളൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ എടുക്കുവാണെങ്കിൽ number of days required by A 80. Number of days required by B 100 days. അപ്പം എക്ക് 80 ഡേയ്സും ബിക്ക് 100 ഡേ. അപ്പൊ എയുടെ 1 day വർക്ക്, അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ഫോർമുല അനുസരിച്ചാണെങ്കിൽ 1 day വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ്. അപ്പം എസ് 1 day വർക്ക് എന്ന് പറയുന്നത് എയുടെ 1 day വർക്ക് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 80 ആണ്. ബീസ് 1 day വർക്ക് എന്ന് പറയുന്നത് 1/100 ആണ്. അപ്പൊ എ ഒറ്റ ദിവസം കൊണ്ട് ടോട്ടൽ വർക്കിന്റെ 1/80 തീർക്കും. ബി ഒറ്റ ദിവസം കൊണ്ട് ടോട്ടൽ വർക്കിന്റെ 1/100 തീർക്കും. അപ്പൊ എയുടെയും ബിയുടെയും കൂടെ ടുഗദർ ആണ് 20 ദിവസം ചെയ്തത്. അപ്പൊ നമുക്ക് എത്ര തീർന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി എ പ്ലസ് ബീസ് 1 day വർക്ക്, രണ്ടുപേരും കൂടെ ഉള്ള 1 day വർക്ക് എന്ന് പറയുന്നത് എയുടെ 1 day വർക്ക് പ്ലസ് ബിയുടെ 1 day വർക്ക് അല്ലേ വരുന്നത്, ഈക്വൽ ടു 1/80 പ്ലസ് 1/100 വരും. നമുക്ക് LCM 400 എടുക്കാം. 5 plus 4 9 divided by 400 വരും. അപ്പൊ എയുടെ 1 day വർക്ക് 1/80, ബിയുടെ 1 day വർക്ക് 1/100. അപ്പൊ എയുടെയും ബിയുടെയും കൂടെ 1 day വർക്ക് എന്ന് പറയുന്നത് എസ് 1 day വർക്ക് പ്ലസ് ബീസ് 1 day വർക്ക്. അപ്പൊ 1/80 പ്ലസ് 1/100 ആണ്. എ പ്ലസ് ബീസ് 1 day വർക്ക് എന്ന് പറയുന്നത് 1/80 പ്ലസ് 1/100 ആണ്. അത് 9/400 വരും. അപ്പൊ എയുടെയും ബിയുടെയും 1 day വർക്ക് എന്ന് പറയുന്നത് 9/400. അവർ അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്തു? 20 days വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് 20 ഒരു ദിവസത്തെ വർക്ക് ഇത്രവാണെങ്കിൽ 20 ഡേയ്സിന്റെ എന്ന് പറയുമ്പോൾ ഇൻറ്റു 20 ചെയ്താൽ മതിയല്ലോ. അപ്പം എ പ്ലസ് ബീസ് 20 days വർക്ക് ഈസ് ഈക്വൽ ടു 9/400 ഇൻറ്റു 20 വരികയല്ലേ. എയുടെയും ബിയുടെ ഒറ്റ ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 9/400 ആണ്. അപ്പൊ അത് 20 ദിവസത്തെ അവരുടെ വർക്ക് എന്ന് പറയുമ്പോൾ 9/400 ഇൻറ്റു 20 ആണ്. നമുക്ക് എൽ സി എടുക്കുമ്പോൾ 9/20 എന്ന് വരും. എൽ സി അല്ല, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/20 എന്ന് വരും. അപ്പൊ എയും ബിയും ഒരുമിച്ച് 20 ദിവസം വർക്ക് ചെയ്തപ്പം 9/20 വർക്ക് തീർന്നു. അപ്പം റിമൈനിങ് വർക്ക് 20 ദിവസം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് നമ്മൾ എപ്പോഴും 1 ആയിട്ടാണ് എടുക്കുന്നത്. അതിൽ നിന്ന് 9/20 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഒരുമിച്ച് 20 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ എയുടെയും ബിയുടെയും 20 days വർക്ക് എന്ന് പറയുന്നത് 9/20 ആണ്. ഈ 9/20 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിച്ചമുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി 1 മൈനസ് 9/20 9/20 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു. മിച്ചമുള്ള വർക്ക് 1 മൈനസ് 9/20. ഇപ്പൊ 20 മൈനസ് 9/20 ഈക്വൽ ടു 11/20. റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 11/20 ആണ്. അത് ആരാ ചെയ്യുന്നത്? എ ഒറ്റയ്ക്ക് വേണ്ടേ ചെയ്യാനായിട്ട്? അപ്പം നമ്പർ ഓഫ് ഡേയ്സ് required by A to finish the remaining work. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റിമൈനിങ് വർക്ക് 11/20. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എക്ക് എത്ര ദിവസം വേണം? അപ്പൊ റിമൈനിങ് വർക്ക് നമ്മൾ ഇവിടെ ഫോർമുല പറഞ്ഞതാണ്. നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ സർട്ടൻ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഡിവൈഡ് ബൈ 1 day വർക്ക്. ഇവിടെ വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഫോർമുല എഴുതി അങ്ങ് പോകാം. വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഡിവൈഡഡ് ബൈ 1 day വർക്ക് ഓഫ് എ. 1 day വർക്ക് ഓഫ് എ. ഇപ്പൊ വർക്ക് ടു ബി കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? 11/20 ആണ്. 1 day വർക്ക് ഓഫ് എ എന്ന് പറയുന്നത് 1/80 ആണ്. 1/80. അപ്പൊ അത് 11/20 ഇൻറ്റു 1/80 എന്ന് പറയുമ്പോൾ അത് മുകളിലോട്ട് വരും. 11 into 4, 44 days. Therefore, A finishes the remaining work in 44 days. Therefore, A finishes
the remaining work (44 days). 44 ദിവസം കൊണ്ട് അവർ മിച്ചമുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. ഇവിടെ തന്നേക്കുന്നത് എയും ബിയും കൂടെ ഉള്ള വർക്കിന്റെ കേസാണ് പറയുന്നത്. എ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 80 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബി മാത്രമാണെങ്കിൽ 100 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 20 ദിവസം വർക്ക് ചെയ്തു, എന്നിട്ട് ബി പോയി. അങ്ങനെയാണെങ്കിൽ മിച്ചമുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണം? അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ബൈ എ 80 ബി 100 ആയതുകൊണ്ട് 1 day വർക്ക് ഓഫ് എയും 1 day വർക്ക് ഓഫ് ബിയും നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ചുള്ള 1 day വർക്ക് എന്ന് പറഞ്ഞാൽ ആ സമ്മാണ്. അത് 9/400. അങ്ങനെ അവർ 20 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ 9/20 ഓഫ് ദ വർക്ക് തീർന്നു. ഇനി മിച്ചമുള്ള വർക്ക് 1 - 9/20 ആണ്. അത് 11/20 എന്ന് വരും. അപ്പൊ മിച്ചമുള്ള വർക്ക് എ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഡിവൈഡഡ് ബൈ 1 day വർക്ക് ഓഫ് എ. അത് ചെയ്യുമ്പോൾ നമുക്ക് 44 days എന്ന് കിട്ടും.